Hey there guys, welcome back to Trading Logics. ഇന്ന് 15/7/24 ഇന്ന് മാർക്കറ്റിൽ എങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റ് പോസിബിൾ ആണെന്ന് നമുക്കൊന്ന് മാർക്കറ്റ് പ്രഡിക്റ്റ് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമുക്ക് നിഫ്റ്റി 50 ആദ്യം പോകാം. നിഫ്റ്റി 50 ലാസ്റ്റ് ട്രേഡിംഗ് സെക്ഷനിൽ നല്ലൊരു ബുള്ളിഷ് പാറ്റേണിൽ കാണിച്ചിട്ട് മുകൾ സൈഡിൽ നിന്ന്, അതായത് 24,600 നിന്ന് ഒരു സെല്ലിംഗ് വന്നിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 100 പോയിന്റ് താഴെ ക്ലോസ് ആവുകയും ചെയ്തു. എനിവേ ഒരു പോസിറ്റീവ് എന്ന് വെച്ചാൽ 24,500 എബോ അത് ക്ലോസ് ആകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിന് നല്ല രീതിക്ക് ഒരു പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും. 24,500 ലെവല് ഹെവിയാണ്. അത് ബ്രീച്ച് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവലിലോട്ട് 24,400 വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ആ സൈഡിൽ സെല്ലേഴ്സ് ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ട് വലിയ ക്യാൻഡിലിൽ താഴോട്ട് പോകാം. പക്ഷെ വേറൊരു വിഷയം എന്ന് വെച്ചാൽ മാർക്കറ്റ് എല്ലാം ഇങ്ങനെ മുകൾ സൈഡിൽ നിന്ന് ഇത്രയും സെല്ല് നടന്നിട്ടുണ്ടെങ്കിലും നമ്മൾ അതിൽ ഒരു 15 മിനിറ്റിലോ ചാർട്ടിലോട്ട് പോകുമ്പോഴേക്കും 15 മിനിറ്റ് ചാർട്ടിലോട്ട് പോയി നോക്കുമ്പോഴേക്കും മാർക്കറ്റിൽ ആ ഒരു കണ്ടോ അപ്സൈഡ് പോയി ലാസ്റ്റ് ക്യാൻഡിൽ 20 EMA താഴെ ക്ലോസ് ആയി വീണ്ടും അപ്സൈഡിലോട്ട് പോകുന്ന ഒരു നല്ലൊരു ക്യാൻഡിൽ അവിടെ ഫോർമേഷൻ നടന്നിട്ടുണ്ട്. 5 മിനിറ്റിലോട്ട് പോയി നോക്കാം. കണ്ടോ സെല്ലിംഗ് നടന്നതിന് ശേഷം വീണ്ടും അത് അപ്സൈഡിലോട്ട് പോവുകയാണ്. ദാറ്റ് മീൻസ് അവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ ഇത് ബ്രീച്ച് ആവണം. നമ്മുടെ 24,480 400 ലെവല് ഇത് നന്നായിട്ട് ഓളിയത്തിൽ ബ്രീച്ച് ആയാൽ മാത്രമേ നെക്സ്റ്റ് ലെവലിലോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. കാരണം മാർക്കറ്റിൽ ബയേഴ്സിൻ്റെ ആക്ടിവേഷൻ ഹെവിയാണ്. ഇപ്പോഴും എക്സ്പെക്റ്റേഷൻ ഹൈ ആണ്. എല്ലാവരും വീണ്ടും മുകളിലോട്ട് പോകുന്നുള്ള പ്രതീക്ഷയിൽ ഇപ്പോഴും വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു സെല്ലിങ്ങോ പ്രോഫിറ്റ് ബുക്കിങ്ങോ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ആയിട്ട് ഫാൾ ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് കീപ്പ് ഇൻ മൈൻഡാണ്. എന്നിട്ട് വച്ചിട്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഇത് ഈ ഒരു എക്സ്പെക്റ്റേഷനിൽ നമുക്ക് ഫുള്ളി ബ്ലൈൻഡായിട്ട് ഈ ഒരു പൊസിഷനിൽ നമുക്ക് അപ്സൈഡിലോട്ട് പോകാൻ പറ്റില്ല. മാർക്കറ്റ് പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ നമുക്ക് നോക്കുമ്പോഴേക്കും മാർക്കറ്റ് വീണ്ടും നല്ലൊരു ഹെവി ബുള്ളിഷ്നെസ് കാണിക്കുന്നുണ്ട്. ഒത്തിരി സ്റ്റോക്കിൽ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്, റീടെസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഹെവി ആയിട്ട് മണി പമ്പ് ചെയ്യുന്നുണ്ട്. അപ്സൈഡിലോട്ട് പോകാനുള്ള എക്സ്പെക്റ്റേഷൻ ഹെവിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നിഫ്റ്റിയുടെ കാര്യം എങ്ങനെയാണെങ്കിലും ബാങ്ക് നിഫ്റ്റിയിൽ ചെറിയൊരു നെഗറ്റീവ്നെസ് കാണാം. നമുക്ക് ക്യാൻഡിൽസിൻ്റെ പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് ഹൈ 52, 700, 800 ലെവലിലോട്ട് മാർക്കറ്റ് അപ്സൈഡിലോട്ട് പോയെങ്കിലും ആ സൈഡിൽ നല്ലൊരു സെല്ലിംഗ് വന്നിട്ട് ഏകദേശം 52, 200 ലെവൽ, ഏകദേശം 500 ലെവലോ 500 പോയിന്റോളം നെഗറ്റീവിലാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയി മാറിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മേജറായിട്ടുള്ള കമ്പോണൻ്റ് ആയിട്ടുള്ള ബാങ്ക് നിഫ്റ്റിയിലെ മേജർ കമ്പോണൻ്റ് ആയിട്ടുള്ള HDFC ആണ് ഇതിനുള്ള കാരണം. HDFCയും അതിനെ കോറിലേറ്റ് ചെയ്തിട്ടുള്ള 1-2 സ്റ്റോക്കുകളും പ്രശ്നക്കാരായിപ്പോയി. HDFCയിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ട്രേഡിങ്ങിന് പോസിബിൾ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. HDFCയിലും നമുക്ക് നല്ല രീതിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. കേട്ടോ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ പൊസിഷനിലാണ് ഇപ്പോഴും ബാങ്ക് നിഫ്റ്റി HDFC നിൽക്കുന്നത്. ഞാൻ ഈ ഒരു അതായത് 1,600 ലെവലിലോട്ട് ഞാൻ എത്തിയപ്പോഴേക്കും മാർക്കറ്റ് ഹെവി ആയിട്ടുള്ള സപ്പോർട്ടിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കുറച്ച് സ്റ്റോക്കുകൾ വാങ്ങിയിട്ടുണ്ട്. ഇനി വരുന്ന താഴോട്ട് വരികയാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാനായിട്ടുള്ള പ്ലാൻ തന്നെയാണ്. കാരണം HDFC എന്ന് വെച്ചാൽ ഇതുവരെ ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു കമ്പോണൻ്റ് ആയിരുന്നു. ഇനി മേ ബി ഇത് നല്ലൊരു കറക്ഷൻ വന്നു കഴിഞ്ഞിട്ട് നല്ല മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ അങ്ങനെ ഹ്യൂജ് ആയിട്ട് ഡ്രാസ്റ്റിക് ആയിട്ട് ഡൗൺ ആയിട്ട് പോകാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് ഓരോ ഡിപ്പും നമുക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ ട്രേഡിങ്ങും ആയിരുന്നാലും ശരി, നമ്മൾ ഇതുപോലെ മാർക്കറ്റ് ഡിസ്കൗണ്ട് പ്രൈസിൽ വരുമ്പോൾ ഓപ്ഷൻസ് വാങ്ങിക്കാനും ഡിസ്കൗണ്ട് മാറി നമുക്ക് നല്ല പ്രീമിയം കിട്ടുമ്പോഴേക്കും സെല്ല് ചെയ്യാനും നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോറിലേഷൻ കൊണ്ടുപോയാൽ മാത്രമേ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. വെറും ട്രേഡ് മാത്രമായിട്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒതുക്കി കഴിഞ്ഞാൽ ട്രേഡിൽ ഹ്യൂജ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുണ്ട്, ലോസ് വരാനും പ്രോഫിറ്റ് വരാനും. ഈവൻ ലോസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീഡി ആവാനുള്ള അതായത് ഒരു ഹൈപ്പ് ഉണ്ട്. അതിനകത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള
ഒരു അഡ്രിനാലിൻ റഷ് എന്ന് പറയാതെ ആ ഒരു പ്രശ്നം വരുമ്പോഴേക്കും നമുക്ക് ഒരു ടെൻഡൻസിയാണ് നമുക്ക് അടുത്ത നെക്സ്റ്റ് ട്രേഡ് എടുത്ത് ഒത്തിരി ക്യാഷ് ഉണ്ടാക്കാനും ക്യാഷ് പോകുമ്പോൾ ഒരു വിഷമം അത് പോസിറ്റീവ്ലി ക്ലോസ് ചെയ്ത് വയ്ക്കാനുമായിട്ടുള്ള വിഷമം നമ്മൾ സ്റ്റോപ്പ് ലോസ് അക്സെപ്റ്റ് ചെയ്യില്ല ലോസ് വന്നു കഴിഞ്ഞാൽ. പക്ഷേ ചെറിയൊരു പ്രോഫിറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ബുക്ക് ചെയ്ത് മാറുകയും ചെയ്യും. എല്ലാ ട്രേഡർമാരും മനുഷ്യരാണ്. അതുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേക്കും നമുക്കൊന്ന് കോറിലേറ്റ് ചെയ്യാൻ പറ്റാത്തത്. എനിവേ നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലുള്ള കാര്യങ്ങളിലോട്ട് പോവാം. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നൊരു ചെറിയൊരു ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ദാറ്റ് മീൻസ് നമ്മൾക്കും ഒരു ഗ്യാപ്പ് അപ്പ് പ്രതീക്ഷിക്കാം നിഫ്റ്റിയിൽ. അപ്പോൾ മാർക്കറ്റ് ന്യൂ ഹൈ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസും ഇന്ന് കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഡൗയിലുള്ള കാര്യം നോക്കാം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് പറഞ്ഞിരുന്ന ആ ലെവലിൽ ചെറിയൊരു ബ്രീച്ചിങ് നടന്നിട്ട് ഹൈ ബ്രേക്കായി അവിടെ നിന്ന് റീടെസ്റ്റ് എടുക്കുകയാണ്. നമ്മുടെ ഡൗവും പോസിറ്റീവിലോട്ട് ട്രേഡ് നടക്കുകയാണ്. കുറച്ച് ദിവസത്തേക്ക് മുന്നേ വരച്ചിട്ടിരുന്ന ലെവലുകളാണ്, അതെല്ലാം ബ്രോക്ക് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ലെവൽ അങ്ങോട്ട് പോകാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് ഫിബ് എടുത്ത് നോക്കാം. ഹൈ ടു ബോട്ടം നമുക്കൊന്ന് വരച്ച് നോക്കാം. റീസെൻറ്റ് ഹൈ ടു ബോട്ടം, ബോട്ടം ടു ഹൈ വരയ്ക്കാം. എക്സ്പെക്റ്റേഷൻസ് അല്ലേ? യെസ്, മേ ബി നെക്സ്റ്റ് ലെവൽ നമുക്ക് ദിസ് കുഡ് ബി ദ നെക്സ്റ്റ് റെസിസ്റ്റൻസ് എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോഴത്തെ ലെവൽ അത് റീച്ച് ആയാൽ, അപ്പോൾ ഇതൊന്നും നമുക്ക് ഈ ലെവൽ സോൺസ് എല്ലാം വരയ്ക്കുന്നതെന്ന് വെച്ചാൽ അത് പെർഫെക്റ്റായിട്ട് ഒരു അലൈനായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തരും കേട്ടോ. ഈ ഫിബൊനാച്ചിയൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് പ്രഡിക്ഷന്, അതായത് 50%, 25% ഒക്കെ ഹെവി ആയിട്ട് ആൾക്കാർ അവിടെ ആ ഒരു ഭാഗത്ത് നിന്ന് സെല്ല് ചെയ്ത് മാർക്കറ്റിനെ ഡൗൺ സൈഡിലോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള പ്രോബിലിറ്റി ഉണ്ട്. അതുകൊണ്ടാണ് എനിവേ ഡൗവിൽ നമുക്ക് ഈ ഒരു പൊസിഷൻസ് നമുക്ക് ഒരു ലെവലിൽ നമുക്ക് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട്. ശരി, എനിവേ നമുക്ക് എക്കണോമിക് കലണ്ടറിലോട്ട് പോവാം. എക്കണോമിക് കലണ്ടറിൽ കുറച്ച് മേജറായിട്ടുള്ള ന്യൂസ്, പവലിൻ്റെ ഒരു സ്പീച്ച് കിടപ്പുണ്ടായിരുന്നു. ഇന്ന് 10 മണിക്ക് രാത്രി. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ ഓവർ ഹോൾഡിംഗ് പൊസിഷൻസിന് ഇത് മേ ബി മാർക്കറ്റിന് നെഗറ്റീവായിട്ട് ബാധിച്ചു കഴിഞ്ഞാൽ മേ ബി താഴോട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതെല്ലാം പോസിറ്റീവ് ആണെങ്കിൽ മേലോട്ട് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഉണ്ടോ ഫെഡ് ഡെയിലി സ്പീച്ച് നാളെ ഉണ്ടോ. റീറ്റെയിലേഴ്സിന് എന്തോന്നു ചെറിയൊരു ഇതുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നുണ്ട്. ഓക്കെ, ഇന്ന് അത് മേജറായിട്ടുള്ള ആ ഒരു ന്യൂസ് മാത്രമേ ഉള്ളൂ, പവലിൻ്റെ സ്പീച്ച്, വേറൊന്നുമില്ല. അപ്പോൾ ഗ്ലോബൽ മാർക്കറ്റിലോട്ട് പോകുമ്പോഴേക്കും ഗ്ലോബൽ മാർക്കറ്റിൽ ചെറിയൊരു നല്ല ഹാങ്സെങ് 1% ഡൗൺ ആണ്. ഇത് തൽക്കാലം നോക്കണ്ട. ഹാങ്സെങ് നമ്മുടെ അയൽ കൺട്രി ആണെങ്കിലും ഒരു ദിവസം 1 സൈഡ് അപ്പ്, ഒരു ദിവസം 2% ഡൗൺ, അങ്ങനെയൊക്കെയാണ് ഇവരുടെ മൂവ്മെൻറ്റ്. എനിവേ ഡൗ ജോൺസിനെ നമ്മൾ മാനിക്കണം. കാരണം ഡൗ ജോൺസിനെ നമ്മൾ ഡയറക്റ്റായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ അവിടുത്തെ മൂവ്മെൻറ്റ് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അത് പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അതും ഓക്കെ. നെക്സ്റ്റ് നമ്മുടെ ഈ ബോണ്ടുകളെല്ലാം പോസിറ്റീവിലോട്ട് നിൽക്കുകയാണ്. ഇത് ചെറിയൊരു നെഗറ്റീവ്നെസ് തരാനുള്ള ചാൻസ് ഉണ്ട്. ബ്രന്റ് ഓയിൽ നോക്കിക്കേ, ബ്രന്റ് ഓയിലും ക്രൂഡ് ഓയിൽ, ഡോളർ ഇൻഡെക്സ് എല്ലാം ചെറിയൊരു പോസിറ്റീവ് നെസ്റ്റിലാണ്. അപ്പോഴേക്കും നമ്മുടെ മാർക്കറ്റ് ചെറുതായിട്ട് ഈ ഒരു സൈഡിൽ നോക്കുമ്പോഴേക്കും ചെറുതായിട്ടൊരു നെഗറ്റീവ്നെസ് ഉണ്ട്. എനിവേ മാർക്കറ്റിൽ യുക്തമായിട്ടുള്ള ട്രേഡ് എടുക്കുക, റീസണബിൾ ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ഹിറ്റ് ചെയ്ത് മാറാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക. ഫുൾ മണി ഒറ്റ ട്രേഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ലോസാക്കി വയ്ക്കരുത്. അതുകൊണ്ട് ചെറിയ ചെറിയ ട്രേഡ് എടുത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം ക്യാപിറ്റൽ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഗൈസ്, സീ യു നെക്സ്റ്റ് വീഡിയോ, ബൈ.